ശബരിമലയിൽ ഭക്തജനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കാൻ AI സംവിധാനം ഒരുക്കുന്നു. അടുത്ത മണ്ഡലകാലത്ത് തുടക്കമിടും. ഹൈ റെസൊല്യൂഷൻ ക്യാമറകൾ, IR സെൻസറുകൾ, ഡ്രോണുകൾ എന്നിവ സംയോജിപ്പിച്ച് ശബരിമലയുടെ സമ്പൂർണ്ണ GPS മാപ്പിംഗ് തയ്യാറാക്കും. ഇതിലൂടെ രൂപപ്പെടുന്ന ഹീറ്റ് മാപ്പുകൾ വിശകലനം ചെയ്ത് തിരക്ക് സാധ്യത മുൻകൂട്ടി കണ്ടെത്തും. അതിനായി ദേവസ്വം ബോർഡും പോലീസും പരിശീലനം തുടങ്ങി. കുംഭമേളയ്ക്ക് തിരക്ക് നിയന്ത്രിച്ച കമ്പനി ഉൾപ്പെടെ 3 സ്ഥാപനങ്ങളുമായി ദേവസ്വം ബോർഡ് ഇതിനകം കൂടിയാലോചനകൾ തുടങ്ങിയിട്ടുണ്ട്. ഓഗസ്റ്റ് ആദ്യം ടെൻഡർ പൂർത്തിയാക്കും. നിലയ്ക്കൽ, പമ്പ, അപ്പാച്ചിമേട്, മരക്കൂട്ടം, ശരംകുത്തി എന്നിവിടങ്ങളിലെ പ്രത്യേക കേന്ദ്രങ്ങളായി തിരിച്ചാണ് നടപ്പാക്കുന്നത്. ഇതിന് മുന്നോടിയായി വെർച്വൽ ക്യൂ ബുക്കിംഗ് നിർബന്ധമാക്കാൻ അന്യസംസ്ഥാന തീർത്ഥാടകർക്കായി ശബരിമല സന്ദേശം എന്ന പേരിൽ ബോധവൽക്കരണം നടത്തും. അതുപോലെ ശബരിമലയിൽ തിരക്ക് കൂടുമ്പോൾ പോലീസുകാർക്ക് വാട്സാപ്പ്, SMS വഴി നിർദ്ദേശങ്ങളെത്തും. കുട്ടികളും പ്രായമായവരും കൂട്ടം തെറ്റിയാൽ ക്യാമറകൾ കണ്ടെത്തും. ക്രിമിനലുകളെയും തിരിച്ചറിയാം. അയ്യപ്പന്മാർ നിലയ്ക്കലോ അല്ലെങ്കിൽ പമ്പയിലോ എത്തുമ്പോൾ ദർശനത്തിന് എത്ര സമയം എടുക്കുമെന്ന വിവരം ഡിജിറ്റൽ സ്ക്രീനുകളിൽ തെളിഞ്ഞു കാണും. അതുപോലെ നിലയ്ക്കലിലും പമ്പയിലും സ്മാർട്ട് പാർക്കിംഗ് ഏർപ്പെടുത്തും. റൂട്ടുകളിലെ മാലിന്യം, പൈപ്പ് പൊട്ടൽ, ആരോഗ്യ അടിയന്തരാവസ്ഥ എന്നിവയെല്ലാം കണ്ടെത്താം. ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കാൻ AI അധിഷ്ഠിതമായ ക്യൂ സംവിധാനം ഓഗസ്റ്റിൽ ഏർപ്പെടുത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെ 9 പേര് പ്രതികളാകും. 2025 സ്വർണ്ണപ്പാളി കൈമാറ്റത്തിലും ഗൂഢാലോചനയെന്ന SIT ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. 2025 സ്വർണ്ണപ്പാളി കൈമാറ്റത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും മുൻ ഭരണസമിതിക്ക് വീഴ്ചകൾ സംഭവിച്ചതായും പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചു കഴിഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട് 9 പേർക്കാണ് വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ മുൻ ദേവസ്വം പ്രസിഡന്റും 2 അംഗങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ ഒരംഗം നിലവിലെ ഭരണസമിതിയിൽ ഇപ്പോഴും തുടരുന്ന ആളാണ്. മുൻ അംഗങ്ങൾക്ക് അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിട്ടുണ്ട്. കേസന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് മുൻപ് ദേവസ്വം മന്ത്രി K മുരളീധരൻ വ്യക്തമാക്കിയിരുന്നു. കേസിൽ പ്രതിപട്ടിക വിപുലീകരിക്കാനും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും സാധ്യതയുണ്ട്.